സൂപ്പർ താരങ്ങളില്ലാതെ തമിഴ് സിനിമകൾ വിജയിക്കുമോ? പലപ്പോഴായി ഉയരുന്ന സംശയങ്ങളും ചോദ്യങ്ങളുമാണിത്. എന്നാൽ കഴിഞ്ഞ ആഴ്ച റിലീസായ ഹരീഷ് കല്യാൺ നായകനായി എത്തിയ ലബ്ബർ പന്ത് എന്ന സിനിമ അതിനുദാഹരണമായി മാറുകയാണ്. തമിഴ് സിനിമകൾ കണ്ടന്റുകൾക്ക് പ്രാധാന്യം കൊടുത്ത് വിജയിക്കും എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയുടെ വിജയം കൊണ്ട് മനസ്സിലാക്കുന്നത്. സിനിമയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. ഹരീഷ് കല്യാൺ അവതരിപ്പിച്ച അൻപ് എന്ന കഥാപാത്രം അട്ടകത്തി ദിനേശ് ഗത്തുമായി എത്തി. ഈഗോ ക്ലാഷിലൂടെ കഥ പറയുന്ന ഈ ചിത്രം മികച്ചൊരു എന്റർടൈനറായി തന്നെ മാറുകയാണ്. ക്രിക്കറ്റും ഈഗോയും ഡ്രാമയും ഫാമിലി ഇമോഷൻസും ഒക്കെ കൺവേ ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ ഭൂരിഭാഗമുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ സംവിധായകൻ തമിഴരസൻ പച്ചമുത്തുവിന് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായി. സംവിധായകന്റെ മികവ് സിനിമയിലെ ആദ്യ ഫ്രെയിം മുതൽ തന്നെ ഉണ്ട്. ക്യാപ്റ്റൻ വിജയകാന്തിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ പലപ്പോഴായി സീനുകളുമുണ്ട്. പക്ഷെ ഓർമ്മിപ്പിച്ചുകൊണ്ട് മാത്രം കാര്യവുമില്ല. ക്യാപ്റ്റൻ വിജയകാന്ത് അഭിനയിച്ച സിനിമയിലെ ഗാനം പ്ലേസ് ചെയ്തിരിക്കുന്ന രീതി, ഇതിനു മുമ്പ് വന്ന റെട്രോ ഗാനങ്ങളൊക്കെ ഇതുപോലെ മികച്ചതായി പ്ലേസ് ചെയ്യപ്പെട്ട സിനിമകൾ വിരലിലെണ്ണാവുന്നതാണ്. അതും മികച്ചൊരു അനുഭവമായി തന്നെ തിയേറ്ററിൽ മാറുന്നുമുണ്ട്. ഗത്തും അൻപും ക്രിക്കറ്റ് കളിയിൽ മികച്ചു നിൽക്കുന്ന രണ്ടുപേരാണ്. പലപ്പോഴായി ടൂർണമെൻറ്റുകളിൽ കളിക്കാറും പോകാറുണ്ട്. പക്ഷേ ഇവരിൽ ആരാണ് മികച്ചത്? ഗത്ത് കിടിലൻ ബാറ്റ്സ്മാനാണ്. ആദ്യത്തെ പന്ത് ഡിഫെൻഡ് ചെയ്യും, എന്നിട്ട് ദൈവത്തെ നോക്കി പ്രാർത്ഥിക്കും. പിന്നെ അങ്ങോട്ട് അടിയാണ്, പൊരിഞ്ഞ അടി. അൻപാവട്ടെ ഒരു ഓൾറൗണ്ടറാണ്, പക്ഷേ ബൗളിങ്ങിലാണ് കൂടുതൽ പ്രിഫറൻസ്. അൻപ് എറിഞ്ഞു കഴിഞ്ഞാൽ ബുള്ളറ്റ് സ്പീഡിൽ ബോൾ പോവും, ചിലപ്പോൾ വിക്കറ്റിലും കൊള്ളും. അങ്ങനെ ഗത്തും അൻപും ബാറ്റ്സ്മാനും ബൗളറും ഫേസ് ഓഫ് വന്നാൽ എന്ത് സംഭവിക്കും? ഇതാണ് സിനിമയിലെ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട പ്രാധാന്യമുള്ള നിമിഷങ്ങൾ. അതുപോലെ തന്നെ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ള ഒരുപാട് മികച്ച ഘടനകളുണ്ട്. സംവിധായകൻ തമിഴരസൻ പച്ചമുത്തു കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സിനിമ അയ്യപ്പനും കോശിയുമാണ്. ആ സിനിമയിലെ ഈഗോ വർക്കൗട്ട് ആവാൻ തന്നെയാണ് ഈ സിനിമയിലും ഉദ്ദേശം. 100% വിജയിച്ചിട്ടുണ്ട് സംവിധായകൻ എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ഈഗോയിലൂടെ കൃത്യമായി തന്നെ ഈ സിനിമയുടെ കഥ മുന്നോട്ട് പോകുന്നുമുണ്ട്. അതോടൊപ്പം തന്നെ ഗത്തിന് ഒരു മികച്ച പ്രണയമുണ്ട്. സ്വാസികയാണ് ഗത്തിൻ്റെ ഭാര്യയായി എത്തുന്നത്. സ്വാസികയും അട്ടകത്തി ദിനേശും തമ്മിലുള്ള കോമ്പിനേഷൻ സീൻസൊക്കെ ഗംഭീരമാണ്. അത് മികച്ച രീതിയിൽ തന്നെ തിയേറ്ററിൽ പ്രേക്ഷകർ സ്വീകരിക്കുന്നുണ്ടായിരുന്നു. ഈ സിനിമയിൽ ആദ്യം തൊട്ട് തന്നെ, പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫ് മാത്രമായി എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ ക്രിക്കറ്റിൽ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സംവിധായകൻ അതിനിടയിൽ അൻപിന് ഒരു പ്രണയമൊരുക്കുന്നുണ്ട്. ഹരീഷ് കല്യാണും സഞ്ജന കൃഷ്ണമൂർത്തിയും തമ്മിലുള്ള കെമിസ്ട്രി സീൻസൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ടായിട്ടും ഉണ്ടായിരുന്നു. ഈ സിനിമ വലിയ ഫാസ്റ്റ് പേസിലാണ് പോകുന്നത്. പ്രത്യേകിച്ച് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് പറയുന്നതുകൊണ്ട് തന്നെ കമൻട്രി ഒരു ഭാഗത്ത് വരുന്നു, അതിൻ്റെ ഒരു ഫാസ്റ്റ് പേസ് മോഡ് വരുന്നു, ചില ത്രില്ലിംഗ് സ്വഭാവങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. അങ്ങനെ ഈ സിനിമയിൽ എടുത്ത് പറയാനുള്ള ഒരുപാട് മികച്ച മുഹൂർത്തങ്ങളുണ്ട്. ഏറ്റവും എടുത്ത് പറയേണ്ടത് ഈ സിനിമയിലെ സ്ക്രിപ്റ്റിങ്ങിലാണ്. അതിൽ ഏറ്റവും പ്രധാനമായും ക്യാരക്ടറൈസേഷനാണ്. ഓരോ ക്യാരക്ടേഴ്സിനും കൊടുത്തേക്കുന്ന ഡെപ്ത്, എല്ലാ ക്യാരക്ടേഴ്സിനെയും ഒരു സർക്കിളിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അവർ ക്യാരക്ടേഴ്സ് ഫ്രെയിമിലേക്ക് വരുന്നുണ്ടോ, ആ ഫ്രെയിമിൽ ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ അവർക്കൊരു കംപ്ലീറ്റ് സർക്കിൾ മോഡലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ചുമ്മാ വന്നു പോകുന്നൊരു ക്യാരക്ടറായിട്ട് ഒരാളെയും പോലും ഈ സിനിമയിൽ ട്രീറ്റ് ചെയ്തിട്ടില്ല. മാത്രമല്ല ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഗത്തിനും അൻപിനും മാത്രമായിട്ടല്ല കഥ പോകുന്നത്. ഗത്തിൻ്റെ ഭാര്യയായ സ്വാസികയ്ക്കൊരു കഥയുണ്ട്, അൻപിൻ്റെ പ്രണയിനിക്കൊരു കഥയുണ്ട്, ഇവരുടെ ഒരു ടീമുണ്ട്, ആ ടീമിൻ്റെ ക്യാപ്റ്റനൊരു കഥയുണ്ട്. അങ്ങനെ എല്ലാവരിലേക്കും കഥ പറഞ്ഞുകൊണ്ട് എല്ലാവരെയും മികച്ച രീതിയിൽ തന്നെ പ്ലേസ് ചെയ്യാനും സംവിധായകന് സാധിച്ചിട്ടുണ്ട്. അതൊരു മികച്ച അറ്റംപ്റ്റായി തന്നെ ഈ സിനിമയിൽ ഉടനീളമായി മാറുന്നുണ്ട്. ആ അറ്റംപ്റ്റിൽ വിജയിച്ചിട്ടുമുണ്ട്. രണ്ടാം പകുതിയിൽ കഥ കുറച്ച് വലിയുമെന്ന് പ്രതീക്ഷയെങ്കിൽ പോലും അതിലും സംവിധായകൻ ഉൾട്ടയടിച്ചു. അങ്ങനെ വലിപ്പിക്കാനൊന്നും പോകുന്നില്ല, ഞാൻ കുറേ രംഗങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായിരിക്കാം, പക്ഷെ അത് കുറച്ചുകൂടെ എൻ്റർടൈനിങ് ആക്കുന്ന രീതിയിൽ ഞാൻ പ്ലേസ് ചെയ്യുമെന്ന് സംവിധായകൻ്റെ ഒരേ വാശി. അപ്പോൾ പ്രേക്ഷകനെ സമ്മതിച്ചു കൊടുത്തല്ലേ പറ്റൂ. പ്രേക്ഷകൻ അതേ രീതിയിൽ തന്നെ അത് ആസ്വദിക്കുകയും ചെയ്തു. അങ്ങനെ എല്ലാം കൊണ്ടും സിനിമ ഒരു കംപ്ലീറ്റ് പാക്കേജാണ്. ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നവർക്ക് സിനിമയും കൂടെ സ്നേഹമാണെങ്കിൽ ഈ സിനിമ തീർച്ചയായും നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ടതുണ്ട്. കാരണം സിനിമയ്ക്ക് മികച്ച അഭിപ്രായങ്ങളാണ് വരുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായി സിനിമ റിലീസായിട്ട് സിനിമ മികച്ച അഭിപ്രായം നേടി തിയേറ്ററുകളിൽ തന്നെ മുന്നേറുകയാണ്. സ്ക്രീനുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് സിനിമയെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ ആകെ മൊത്തത്തിൽ ഒരു ഗംഭീര അനുഭവമായി മാറുന്നുണ്ട്. പെർഫോമൻസ് ഓറിയൻറ്റഡ് അട്ടകത്തി ദിനേശ് തിയേറ്റർ കിഴിച്ചിട്ടുണ്ടെന്ന് നമ്മൾ തമിഴ് പറയും. അത്രയ്ക്ക് ഗംഭീരമായിട്ട് തന്നെ അദ്ദേഹം പെർഫോം ചെയ്തിട്ടുണ്ട്. ഗത്തായിട്ട് തന്നെ അദ്ദേഹം സ്ക്രീനിലുണ്ട്. ഹരീഷ് കല്യാൺ പല സീനുകളിലും വിയർക്കുന്നതായിട്ട് കണ്ടു. പ്രത്യേകിച്ച് അട്ടകത്തി ദിനേശിൻ്റെ മുമ്പിലുള്ള കോമ്പിനേഷൻ സീൻസിലൊക്കെ പിടിച്ചു നിൽക്കാൻ ഒരുപാടുണ്ടായിരുന്നു. മാത്രമല്ല ഈ ഗത്തിൻ്റെ ക്യാരക്ടറൈസേഷൻ അതിഗംഭീരമാണ്. നാട്ടിൽ ഒരു ഗംഭീര പേഴ്സണാണ്. ക്രിക്കറ്റ് കളിയിൽ എല്ലാവരെയും വിരട്ടി നിർത്തുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് ചിയർ ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ ഉറ്റ തോഴനുണ്ട്, അദ്ദേഹത്തിൻ്റെ ടീം മെമ്പേഴ്സ് ഉണ്ട്. ഗത്ത് വന്നു കഴിഞ്ഞാൽ കളി ഗത്ത് കൊണ്ടുപോയിരിക്കും. പക്ഷെ ഭാര്യയുടെ മുമ്പിൽ ഗത്ത് പേടിത്തൊണ്ടനാണ്. അതും ആ ലെയറും അതിമനോഹരമായി തന്നെ ദിനേശ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിസ്സംശയം പറയാൻ സാധിക്കും. അങ്ങനെ ആകെ മൊത്തത്തിൽ ഒരു കംപ്ലീറ്റ് ഫീസ്റ്റാണ്.
ക്രിക്കറ്റ് സ്നേഹികൾക്ക് സിനിമാ സ്നേഹികൾക്കുമൊക്കെ ഒരു കംപ്ലീറ്റ് ഫീസ്റ്റായി ലബ്ബർ പന്ത് മാറുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾ തിയേറ്ററിൽ തന്നെ ഈ സിനിമ കാണേണ്ടതാണ്. സിനിമയെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ സിനിമ കാണുക. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഒരു പീക്ക് ലെവൽ എക്സ്പീരിയൻസ് ആണ്. മറ്റൊരു തലത്തിൽ ഇതിൻ്റെ സിനിമയുടെ ദൃശ്യഭംഗി കൊണ്ടും ഈ സിനിമയിലെ മികച്ച കഥാപാത്ര സൃഷ്ടി കൊണ്ടും അവരുടെ പെർഫോമൻസ് കൊണ്ടുമൊക്കെ ഈ സിനിമ വേറിട്ട് നിൽക്കുകയാണ്. പെർഫോമൻസ് വൈസ് എടുത്തു പറയേണ്ടത് സ്വാസികയുടെ അമ്മയായിട്ട് വരുന്ന ഒരു സ്ത്രീയുണ്ട്, സ്വാസികയുടെ അമ്മായി അമ്മയായി വരുന്ന ഒരു സ്ത്രീയുണ്ട്. അവർ തമ്മിലുള്ള ഒരു ചെറിയ സീനുണ്ട്. അതൊക്കെ വലിയ മികച്ചതായിട്ട് തന്നെ തിയേറ്ററിൽ അനുഭവിക്കാൻ സാധിക്കുന്ന സീനുകളാണ്. പ്രത്യേകിച്ച് സ്വാസികയെ സംബന്ധിച്ചിടത്തോളം സ്വാസികയുടെ ക്യാരക്ടർ ഗത്തിനെ കളിക്കാൻ വിടാത്ത അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിയോട് വെറുപ്പുള്ള ഒരു ക്യാരക്ടറാണ്. എന്തിനാണ് ക്രിക്കറ്റ് കളിക്കുന്നത്, കുടുംബം നോക്കണം എന്നുള്ള വാശിക്കാരിയാണ് സ്വാസിക. സ്വാസികയെ കണ്ടാൽ സ്വാസികയുടെ ഭർത്താവ് മാത്രമല്ല നാട്ടുകാർ മുഴുവൻ വരണ്ടു. അത്രയ്ക്ക് ടെറിഫൈങ് ക്യാരക്ടറാണ് സ്വാസിക. അത് ഈസിലി പുൾ ഓഫും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആകെ മൊത്തത്തിൽ ഭയങ്കരമായ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ്, എല്ലാ ക്യാരക്ടേഴ്സിനെയും പ്ലീസ് ചെയ്യുന്ന തരത്തിൽ, പ്രേക്ഷകൻ എല്ലാവരിലേക്കും ഒരു കൺവിൻസിങ് ആവുന്ന തരത്തിൽ ഒരു സ്ക്രിപ്റ്റ്, അത് മികച്ച രീതിയിൽ വർക്കൗട്ട് ആകുന്നു. പ്രത്യേകിച്ച് ഒരു റെട്രോ സോങ്സ് ഒക്കെ കൊണ്ടുവരുന്ന രീതി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗംഭീരമായി വർക്കൗട്ട് ആകുന്നു. അങ്ങനെ മൊത്തത്തിൽ ഒരു കംപ്ലീറ്റ് ഫെസ്റ്റിവൽ എൻ്റർടൈനിങ് പാക്കേജ് സിനിമയായി ലബ്ബർ പന്ത് മാറുകയാണ്. സിനിമ കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. കാണാത്തവർ തീർച്ചയായും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. താങ്ക് യു സോ മച്ച്.